വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് പരീക്ഷണമല്ല, ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഒരു കിടുക്കാച്ചി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് പാല്, പിന്നെ 3-4 ഈത്തപ്പഴം, കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഒരു 4-5 ചെറുപഴം. വലിയ പഴം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ചെറുപഴം ഇഷ്ടമില്ലാത്തവർക്ക്. പക്ഷേ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുപഴമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു കപ്പ് അവിലും നിങ്ങളുടെ മെഷർമെൻറ്റാണ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. പിന്നെ പഞ്ചസാര ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഞാൻ കുറച്ചേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരം മതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് 6 kg ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് നമ്മുടെ ചോയ്സാണ്, എന്ത് വേണമെങ്കിലും എടുക്കാം. അതാണ് പറഞ്ഞത്, തട്ടിക്കൂട്ട് ഡ്രിങ്കാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിന് ശേഷം പഴം ഒരു ജാറിലേക്ക് മുറിച്ചിടുക. അതിലേക്ക് 2 കാരക്ക കൂടി ഇട്ടിട്ടതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കുക. 2 കാരക്ക ഞാൻ തൊലി കളഞ്ഞ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. പാല് തണുത്ത പാലാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ സാധാ തണുപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം തന്നെ അടിച്ചെടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പഴം കട്ടായി പോകും. നമുക്ക് അവിലിൻ്റെ മിക്സ്ചർ തയ്യാറാക്കണമല്ലോ, അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങ് കട്ടാവാതെ ഇരിക്കണമെങ്കിൽ അന്നപ്പം അടിച്ചിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അടിക്കാനുള്ള പാകത്തിൽ മാറ്റി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇനി എക്സ്ട്രാ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാന് വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അവിൽ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിലിടാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് അവിൽ മാത്രം ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി നെയ്യൊക്കെ എല്ലാ അവിലേക്ക് ഒരേപോലെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് പിന്നെ ബാക്കിയുള്ള അവിലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് തോനെ അവിൽ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. വളരെ കുറച്ച് മാത്രം മതി എന്നാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത്ര തന്നെ മതിയാവും, പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അവിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ സെൻട്രൽ പോർഷനിലിട്ടിട്ട് ഇളക്കരുത് ഒരിക്കലും. സെൻട്രൽ പോർഷനിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ കരിഞ്ഞു പോയ അവിൽ ഇട്ട ഡ്രിങ്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു തവണത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത്ര ടേസ്റ്റ് അല്ലായിരുന്നു, അത് കരിഞ്ഞു പോയില്ല അവിലെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണ്. പിന്നെ ഇത് തടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് കേട്ടോ. കാരണം നമുക്ക് കാരക്കൊക്കെ കഴിക്കാൻ മടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇത് കുടിച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കടിക്കാനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും, ആർക്കും ഇഷ്ടമാവാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എല്ലാവരും. പിന്നെ നമുക്കിതിങ്ങനെ ഇളക്കി ഇപ്പോൾ ഇത് നല്ല മുരിഞ്ഞ് ഏകദേശം ഒരു പാകമായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈമരിച്ച് പൊട്ടിക്കാൻ പാകമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കശുവണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 4-5 കശുവണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ചും കഴിഞ്ഞ്. ഞാൻ അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഒരു 2-3 നമ്മൾ ജ്യൂസിലിട്ടിട്ടുണ്ട്. ഒരു 2 മറ്റോ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിടുമ്പോൾ ചെറിയ സ്ലൈസാക്കി ഇടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ല വലിയ. ഞാനിപ്പോൾ ഒരു 2 ഈത്തപ്പഴം ഒരു 4-5 പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പീസായിട്ട് ഇടുന്നതാണ് ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ചെറുതാകുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂട് തട്ടുമ്പോൾ ഇതൊന്ന് അലിയും. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിന് കുറച്ച് വലിയ പീസായിട്ട് ഇടുന്നതാണ് നല്ലത്. അങ്ങനെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതായി കണ്ടില്ല. അപ്പോൾ ഞാൻ അടിച്ച വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നിയിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. വെറുതെ മടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 പോർഷനോളം നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് ഈ അവിൽ ഇട്ടിട്ട് നിറയ്ക്കാം. അപ്പോൾ അവിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് നെയ്യ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റ് എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, കുറച്ചും കൂടെ നെയ്യ് കുറച്ചിട്ടിട്ട്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നെയ്യ് ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ചൂടുള്ള ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ആയാൽ 2 കാരക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം എനിക്ക് ചൂടായിട്ട് ഈ ഒരു അവിലൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കാരക്കയൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അതായത് അലിഞ്ഞിട്ടുള്ള കാരക്കയല്ല, നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കാരക്ക ഉണ്ടാവുമല്ലോ, അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന, അപ്പം ഉണങ്ങി കിടക്കുന്ന പോലത്തെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. കാരണം ആ ഡ്രൈനെസ് ഒക്കെ ചൂടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം നല്ലൊരു തണുപ്പും ചൂടും കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ലൊരു മധുരവും നെയ്യിൻ്റെ ഒരു പുളി, ഒരു ചെറിയൊരു പുളി ഉണ്ടാവും കേട്ടോ, അതും കൂടി ചേർന്നിട്ടുള്ള മറ്റൊരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു കിടുക്കാച്ചി ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മാത്രം സ്പെഷ്യലാണ്. അപ്പോൾ മറ്റാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാത്തൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന്, നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും പറയണം. അപ്പം ഞാൻ എൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പം എന്ന് വെച്ചാൽ കുക്കിംഗായിട്ട് ഞാൻ ഇതിൽ ചാനലിൽ ചെയ്യാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ റെസിപ്പിയൊക്കെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തണുപ്പ് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ജസ്റ്റ് സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഈ ഒരു ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് അവിൽ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അവിൽ മാത്രം ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാനും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. സ്റ്റേ ടു മൈ ചാനൽ.